ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വെറും എക്കണോമിക്കിന്റെ കാര്യത്തിൽ മാത്രമാണ്, എക്കണോമി അതായത് സാമ്പത്തികമായ കാര്യത്തിൽ മാത്രമാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഗൾഫ്. അതായത് ഗ്രേറ്റ് ഗൾഫ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ തകർന്നുപോയ ട്രേഡ് സെന്റർ ഒക്കെ കൊണ്ട് കുഴിച്ചിട്ടാൽ പോലും അതും കഴിഞ്ഞ് പിന്നെയും കാണുന്ന ഒരു കടലിലൊരു ഭാഗമുണ്ട്. അത്രയും ഭാഗത്തേക്ക് താണുപോകും. അത്രയും വ്യത്യാസം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചിന്തകനായ ആൾഡസ് ഹക്സ്ലിയാണ്. അത് പലപ്പോഴും ശരിയാണ്. ഒരു നേരത്തെ ഒരു കാര്യം ഒരു ധനികൻ ചെയ്യുന്നത് ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനുള്ള അന്തരം അത്ര ഗ്രേറ്റ് ഗൾഫ് എന്ന് പറഞ്ഞാൽ അത്രയും താഴെയാണെന്നാണ് ആൾഡസ് ഹക്സ്ലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിക്കുക, ലോകത്തിലെ ധനികന്മാരുടെ പല കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എലോൺ മസ്കിനെ എടുക്കാം. എലോൺ മസ്കിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ $36,500 കോടി എന്ന് പറയും. $36,500 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മണിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 30 ലക്ഷം കോടി എന്നൊക്കെ പറയാം. 30 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു എത്ര തലമുറ ഉപയോഗിക്കാം. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 100 തലമുറയ്ക്ക് വേണമെങ്കിൽ ഓരോ ദിവസവും $1 കോടി വെച്ച് ചെലവഴിച്ചാൽ ഏകദേശം 8250 വർഷങ്ങളെടുക്കും എലോൺ മസ്കിന്റെ സമ്പാദ്യം തന്നെ. അത്രയും സമ്പന്നനാണ് എലോൺ മസ്ക്. അത് നിങ്ങൾ ഡോളറിലൊക്കെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ പറയും. അത്രയും വ്യത്യാസമുള്ള ആൾക്കാർ പോലും ലോകത്തുണ്ട്. ഒരു ദിവസം $1 കോടി ചെലവഴിച്ചാൽ പോലും എത്രയോ തലമുറകൾ ചെലവഴിച്ചാൽ പോലും തീരാത്ത ധനികന്മാരും നമ്മൾ ഈ ലോകത്തിലുണ്ട്. അപ്പം നമ്മൾ ധനികത്വം എന്നൊക്കെ പറയുന്നത് അതൊരു റിലേറ്റീവ് ആസ്പെക്റ്റാന്ന് പറയാം. പലപ്പോഴും ധനമുള്ളവനും ഇല്ലാത്തവനും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് സാറ്റിസ്ഫൈ ആവാൻ ഇന്ത്യൻ മണിയിൽ ഏകദേശം 80 ലക്ഷം രൂപ മാത്രം ഉണ്ടെങ്കിൽ മാത്രം അവന് സംതൃപ്തി. അതിന് മുകളിൽ അവൻ എത്ര മണി കിട്ടിയാലും അവന് സാറ്റിസ്ഫൈഡ് ആകത്തില്ല എന്നൊക്കെ ചില എക്കണോമിക് തിയറികളുണ്ട്. അപ്പോൾ സമ്പന്നത എന്ന് പറയുന്നത് ഒരുപാട് പൈസ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വലിയ അർത്ഥശൂന്യമുണ്ട്. നമുക്ക് ബിൽഗേറ്റ്സിനെ തന്നെ എടുക്കാം. ബിൽഗേറ്റ്സ് ജീവിതാവസാനം ആവുന്നതിന് മുമ്പ് തനിക്കുള്ള സമ്പാദ്യങ്ങൾ മുഴുക്കെ കുറേശ്ശെ എയ്ഡ്സ് ഫൗണ്ടേഷൻ ആണെങ്കിലും മറ്റ് ഫൗണ്ടേഷനുകൾക്കാണെങ്കിലും കുറേശ്ശെ ചെലവഴിച്ച് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കിയത് മൊത്തം ചെലവഴിച്ചിട്ട് പോകണമെന്നാണ് ബിൽഗേറ്റ്സിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും കമ്പ്യൂട്ടർ സാധനമാണ്, ലോകത്തിലെ ഒരു വലിയ കോടീശ്വരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ സമ്പാദ്യങ്ങളെല്ലാം ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥശൂന്യതയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ ആ പൈസ മാത്രം എക്കണോമിക് സിറ്റുവേഷൻ മാത്രം ഒരാളെ ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. കൊടുക്കുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽഗേറ്റ്സ് പോലും മനസ്സിലായി. അപ്പോൾ നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കും. പലപ്പോഴും ഒരു പുഞ്ചിരി കൊടുക്കാം, അല്ലെങ്കിൽ കാണുന്ന ആൾക്കൊരു സഹായം ചെയ്ത് കൊടുക്കാം. ഓരോ ദിവസവും ഒരു 4-5 ഹെൽപ്പുകളൊക്കെ നമുക്ക് വേണം, ചെറിയ ഹെൽപ്പുകൾ. പൈസ ആവശ്യമില്ലാത്ത തന്നെ ഹെൽപ്പുകൾ ഒത്തിരിയാണ്. അത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസം നമുക്ക് റിലേറ്റീവായിട്ട് ചെയ്യാവുന്നതാണ്. അതാണ് ജീവിതാവസാനത്തിൽ നമ്മളെ ഓർക്കുന്നതൊക്കെ ആയ കാര്യങ്ങൾ അത് തന്നെയാണ്. ഒരു മനുഷ്യൻ മരിച്ച് ശവപ്പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ അതിനെ കാണാനായിട്ട് ഓടി വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കൈൻഡ്നെസ് ഒരു സമയത്തെങ്കിലും സ്വീകരിച്ചവരാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ റിലേഷൻഷിപ്പുകളൊക്കെ വലിയ